ടാരോ പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് അറിയണോ? ഈ ഒരു ചോദ്യം പലപ്പോഴും ചോദിച്ച് കേൾക്കാറുണ്ട്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരുന്നത് ടാരോ പഠിക്കാനായി ഇംഗ്ലീഷ് ആവശ്യമാണോ എന്നൊരു സംശയമുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ്. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ടാരോ വർക്ക് ചെയ്യുന്നത് വിഷ്വൽ മെമ്മറിയിലാണ്. അതായത് ദൃശ്യ മെമ്മറിയിൽ. നിങ്ങൾ മോഹൻലാലിൻ്റെ ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയിൽ നിങ്ങൾക്ക് കണ്ടറിയാം എങ്ങനെയാണ് അവരാ യാത്ര ചെയ്ത് ആ സീന് റീക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഈ കാടുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിലുള്ള ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എപ്പോഴും അറിയാലോ, കാണുന്നത് എപ്പോഴും മനസ്സിൽ നിൽക്കും, നമ്മുടെ ടെക്സ്റ്റൽ വാക്ക് പോലെയല്ല. അപ്പോൾ നമ്മൾ ടാരോ പഠിക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ടാരോയിൽ 78 കാർഡുകൾ ഉണ്ടെന്നുള്ളതാണ്. ഈ കാർഡുകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ യാത്ര നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമായിട്ട് എങ്ങനെയാണ് എന്ന് വരച്ചിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എപ്പോഴും അറിയാലോ, നമ്മുടെ എനർജിയാണ് ജീവിതത്തിൻ്റെ എല്ലാത്തിനും ആധാരം എന്നാണ് വിശ്വാസം. ചേഞ്ച് യുവർ എനർജി ചേഞ്ച് യുവർ ലൈഫ് എന്നാണ് ജോ ഡിസ്പെൻസർ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ള ഊർജ്ജങ്ങളിൽ നിന്ന് മാറി മറ്റൊരു ഊർജ്ജം, അതായത് അത് അച്ചീവ്മെൻറ്റിൻ്റെ ഊർജ്ജത്തിലേക്ക് പോയാലേ സാധിക്കുള്ളൂ. ഇത് എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് ടാരോ കാർഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ടാരോ പഠിക്കാൻ ഇംഗ്ലീഷ് അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 78 ടാരോ കാർഡുകളിൽ നമുക്ക് അവയെ രണ്ടായിട്ട് തരംതിരിക്കാം. അത് മേജർ ആർക്കാന ആൻഡ് മൈനർ ആർക്കാന എന്നുള്ളതാണ്. അതിൽ മേജർ എന്ന് പറയുന്ന 22 കാർഡുകളുണ്ട്. അതിൽ ഒരു പക്ഷേ നിങ്ങളൊരു ഇംഗ്ലീഷിൽ ഒരു വാക്ക് കാണാൻ പറ്റും. അതായത് മജീഷ്യൻ എന്നോ ഫൂൾ എന്നോ ഹെർമിറ്റ് എന്ന ഒരു വാക്ക് കാണാൻ പറ്റും. ആ വാക്കെന്ന് പറയുന്നത് ആ കാർഡിൻ്റെ എനർജിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ ആ കാർഡ് നോക്കുമ്പോൾ നമ്മൾ അതിലുള്ള ചിത്രത്തെയാണ് നോക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇതൊരു മൈനർ ആർക്കേനത്തെ ഒരു കാർഡാണ്. ഇതിൽ ആകെ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ അതല്ല നോക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ഈ കപ്പാണ് നോക്കുന്നത്. ആ കപ്പിൽ എന്താണ് കാണുന്നത്, അതിലെന്താണ് വന്നിറങ്ങുന്നത്? ഒരു പ്രാവ് വന്നിറങ്ങുന്നു. കപ്പിൽ നിന്നും 5 ജലധാരകൾ താഴത്തേക്ക് വരുന്നു. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ സ്നേഹം അനുഭവിക്കുന്നത് അങ്ങനെയാണ്. പുതിയ സ്നേഹം നമുക്ക് വരുമ്പോഴാണ് ആത്മീയത ഉണർവ് കാണുന്നു. ഇതേപോലെ അതിലുള്ള ചിത്രങ്ങളാണ് നമ്മൾ ഓർക്കുന്നത്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഈ ഭയത്തിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് ടാരോ ബുക്കുകൾ ഇംഗ്ലീഷിൽ എഴുതപ്പെടുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ മികച്ച ടാരോ റീഡേഴ്സ് ഒന്നും നോൺ നേറ്റീവ് ആയിട്ടുള്ള ഇംഗ്ലീഷുകാരല്ല. അവരൊക്കെ മറ്റ് ഭാഷകളിലാണ്. മികച്ച റഷ്യൻ ടാരോ റീഡേഴ്സ് ഉണ്ട്, ബ്രസീലിയൻ ടാരോ റീഡേഴ്സ് ഉണ്ട്, ഹിന്ദിയിൽ ടാരോ റീഡേഴ്സ് ഉണ്ട്, മലയാളത്തിലുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭാഷ എന്നുള്ളതല്ല അവിടെ വരുന്നത്. നമ്മൾ ആ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് എങ്ങനെ ചെയ്യുന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കുമ്പോൾ ഇതിലെ ചിത്രങ്ങൾ നമ്മുടെ ഭാഷയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം നമ്മൾ പഠിക്കുന്നത് മലയാളത്തിലാണല്ലോ. അപ്പോൾ ഇതിലൊരു ചിത്രം കാണിച്ച് അതെന്താണെന്ന് അതിലെ സിമ്പിൾസ് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ റെസണേറ്റ് ചെയ്യുന്ന കാര്യമാണ് ടാരോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് അനുഭവവേദ്യമാവുന്നതിൽ അപ്പുറം ഒന്നും ടാരോയിലില്ല. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചറിയുന്ന സമയത്ത് തന്നെ നമ്മൾ പിന്നെ നമ്മുടെ ചിന്ത ഉപയോഗിച്ചിട്ടാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. നാലാമതായിട്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ടാരോ കാർഡുകൾ എന്ന് പറയുന്നത് തുടക്കം നമ്മൾ അതിൻ്റെ കീവേഡ്സും കാര്യങ്ങളും എല്ലാം വെച്ചാണ് പഠിക്കുന്നെങ്കിലും പിന്നീട് അത് നാം നമ്മുടേതാക്കി മാറ്റും. അപ്പോൾ ഒരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ട്, ടാരോ പഠിക്കാൻ ഇംഗ്ലീഷ് അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഓരോ കാർഡിലും ഓരോ ചിഹ്നങ്ങളുണ്ട്. ഓരോ ചിഹ്നങ്ങൾക്കും ഓരോ വികാരങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു പരസ്യത്തിൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ പരസ്യം ഓർമ്മ വരുന്നത്, ആ വികാരം വരുന്നത്, അതേപോലെ തന്നെയാണ് ടാരോ കാർഡിലെ ഓരോ ചിത്രങ്ങളും. അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് വയ്ക്കുന്നത്. അതുമാത്രമല്ല, ചിത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഫോട്ടോ അദ്ദേഹത്തെ വർഷങ്ങൾ കഴിഞ്ഞ് കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇതിലെ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഒരിക്കൽ ഇത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിൽ കിടക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംശയം താങ്കളെ തടയുന്നുണ്ടെങ്കിൽ താങ്കൾ അതിൻ്റെ പേരിൽ ടാരോ പഠിക്കാതിരിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ. ഞാൻ ഒരു ടാരോ അബണ്ടൻസ് കോച്ചാണ്. താങ്കൾക്ക് ടാരോ പഠിക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ വെബിനാറിൽ പങ്കെടുക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ അടുത്ത സംശയമായിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങളുടെ ട്രെയിനർ പ്രദീപ് ഹരിഹരൻ. സി യു. ടേക്ക് കെയർ. ബൈ.